റിവിഷൻ ഇല്ലാതെ ഈ വരുന്ന എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പൊ എക്സാം ടൈം ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളായിട്ട് പറയുന്നത് റിവിഷൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ റിവിഷൻ ചെയ്യാനിരിക്കുന്ന മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമുക്ക് റിവിഷൻ ചെയ്യാൻ ടൈം ഇല്ല എന്ന് പറയും. ഇപ്പൊ എപ്പോഴും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയില്ലേ, പഠിക്കാൻ തന്നെ ഇവിടെ സമയമില്ല, അപ്പോഴാണ് റിവിഷൻ. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീൻ. റിവിഷൻ ചെയ്യാനായിട്ട് സമയമില്ല എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ലല്ലേ. റിവിഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് അറിഞ്ഞാലേ റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ നമ്മൾ റിവിഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് ബോർ അടിക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു റിവിഷൻ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് എങ്ങനെ റിവിഷൻ ചെയ്ത് ഈ വരുന്ന എക്സാംസിനൊക്കെ നല്ല മാർക്ക് വാങ്ങാം, അതിനുള്ള കുറച്ച് ടിപ്സ് പരിചയപ്പെട്ടാലോ. റിവിഷൻ ചെയ്യാനായിട്ട് ടൈം ഇല്ല എന്ന് പറയുന്നവരുടെ അടുത്ത് മിസ്സിന് ഒരു 10 minute റൂൾ ആണ് പറയാനുള്ളത്. അതായത് നമ്മൾ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ച് എക്സാമിന്റെ തലേന്ന് ഒരു ഫുൾ ഡേ ഇരുന്ന് റിവൈസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ അതിനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഡെയിലി നമ്മൾ ഒരു 10 minute വെച്ച് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അപ്പൊ അത് നല്ല അടിപൊളിയായിരിക്കും അല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ് നമ്മൾ ഫുൾ അറ്റൻഡ് ചെയ്തു, എല്ലാ ലെക്ചേഴ്സും കേട്ടതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മളൊരു 10 minute എന്താണോ നമ്മൾ ഇന്ന് പഠിച്ചത് ആ കാര്യങ്ങൾ ഫുൾ ഒന്ന് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കുമ്പോൾ തോന്നുന്നത് അതിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ആക്റ്റീവ് ആയിട്ട് റീകോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചതിന് ശേഷം എന്തൊക്കെയാണ് പഠിച്ചതെന്ന് സ്വയം ഒന്ന് റീകോൾ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് വേഗം തന്നെ കയറും. അപ്പൊ ഇനി ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ലോങ് ടേം മെമ്മറിയിലേക്ക് കയറ്റാം? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനിയിപ്പോൾ എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വായിക്കാം. അതായത് ഫുൾ പിന്നെ നമ്മളെ കംപ്ലീറ്റ് നോട്ട് ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, വായിച്ച് പോവുക. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിലേക്ക്, നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് കയറിയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ ന്യൂമറിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെയാണ്, അതായത് ഫിസിക്സ്, മാത്സ് അങ്ങനത്തെ സബ്ജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അതിപ്പോൾ ലോങ് ടേം റിവിഷൻ ആയാലും ഷോർട്ട് ടേം റിവിഷൻ ആയാലും ഇവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമോ അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് മോക്ക് ടെക്സ്റ്റ് പോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിവിഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ റിവിഷൻ ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പൊ നാളെ നമുക്ക് എക്സാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉറക്കം വരെ കളഞ്ഞ് ഉറക്കവും ഫുഡും എല്ലാം മാറ്റി വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് പഠിക്കും. അതിന്റെ റീസൺ എന്താണ്, ഇനി ഒരു ദിവസം പഠിക്കാന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാനില്ല. ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്ക് നമുക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റും എന്നുള്ളൊരു ബോധം നമുക്കുണ്ട് അല്ലേ. കാരണം നമുക്ക് നാളെ എഴുതാൻ നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ ആ ലാസ്റ്റ് ചാൻസിന് വേണ്ടി നമുക്ക് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പൊ ഡെയിലി നമ്മളിതൊരു ചലഞ്ച് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലോ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്ര ടോപ്പിക്സ് അല്ലെങ്കിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഡെഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഡെഡ് ലൈൻസ് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവസാനം നിങ്ങൾക്ക് ഈ ടാർഗറ്റ് ഒക്കെ ഒന്നിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഡെയിലി നിങ്ങൾ ഓരോ ഡെഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു ചലഞ്ച് ആയിട്ട് വരും. അതിനനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാ വായിച്ചു വിടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ബോറടിക്കും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ബോറിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ചുമ്മാ വായിച്ചു വിടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്ത് കാര്യം പഠിക്കുമ്പോഴും ഒപ്പം ഒരു റഫ് ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് സൈഡിൽ വെക്കുക. എന്നിട്ട് എന്താണോ നമ്മൾ പഠിച്ചത് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബ്രെയിനും കൂടി വർക്ക് ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഹാൻഡും കൂടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബോറടി പകുതി അങ്ങ് മാറി കിട്ടും. അപ്പൊ ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വരുന്ന എക്സാംസിനൊക്കെ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യാനും പറ്റും. ആൻഡ് ഈ ഒരു റിവിഷൻ ടെക്നിക്കിലൂടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പഠിക്കാനും പറ്റും. അപ്പൊ ഇത് കൂടുതലായിട്ടുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്, അതൊക്കെ സക്സസ് ആവാറുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, താഴെ നിന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.